ഹലോ ഫ്രണ്ട്സ്, SM വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂട്ടോപ്പിയ എന്ന് പറയുന്ന ഡ്രാമയുടെ സെക്കൻഡ് പാർട്ടാണ്. സ്റ്റോറിയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് കഥയിലോട്ട് കിടക്കാം. എപ്പിസോഡ് സ്റ്റാർട്ടാകുമ്പോൾ തന്നെ കാണിക്കുന്നത് ജയൂവും ഇൻഹോയും പേടിച്ച് നിൽക്കുന്നതാണ്. പ്ലെയിൻ അവരുടെ അടുത്തോട്ട് വരുന്നത് ജസ്റ്റ് മിസ്സായിട്ട് അത് അവരുടെ അടുത്ത് നിന്ന് മാറിപ്പോകുന്നുണ്ട്. ഈ എജു ആണെങ്കിൽ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ ആ ആളിൻ്റെ കൃഷ്ണമണി ഇരിക്കും. അത് കണ്ട് അവൾ അലറി വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ട് ജയൂനും ഇൻഹോനും തോന്നുന്നു ഇതിനി വല്ല ടെററിസ്റ്റ് അറ്റാക്കുമാണ്, നമുക്ക് റിപ്പോർട്ട് ചെയ്യണ്ടേ എന്നെല്ലാം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇൻഹോ പറയുന്നുണ്ട് നമുക്ക് ആദ്യം ഗ്യാസ് ഓയിൽ എത്തിക്കാം, ഇല്ലെങ്കിൽ നമ്മളുടെ കഥ കഴിയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഗ്യാസ് ഓയിൽ എടുക്കാൻ പോകുന്നുണ്ട്. എഞ്ചു ആണെങ്കിൽ ഇനി എന്ത് ചെയ്യാം സാറേ എന്നെല്ലാം പറഞ്ഞ് കളയുമ്പോൾ അവൻ പറയുന്നുണ്ട് അതിനങ്ങ് കളയാനായിട്ട്. അവൾ നോക്കുമ്പോൾ അയാൾ അനങ്ങുന്നുണ്ട്. അങ്ങനെ അവൾ പറയുന്നുണ്ട് ഇയാളെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞിട്ട് ആ കണ്ണിനെ എടുത്ത് ഒരു കവറിൻ്റെ അകത്തിടുന്നു. അങ്ങനെ അവൾ കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഇയാളെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ജീബുക്കിനോട് സഹായം ചോദിക്കുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ലോകം പേടിത്തൊണ്ടനാണ്. മാത്രമല്ല അവൻ്റെ കാറിൻ്റെ ഗ്ലാസ് പൊട്ടിയതുകൊണ്ട് അതിനെ ശരിയാക്കുന്നതിന് വേണ്ടി ഇൻഷുറൻസ് കമ്പനിയോട് വിളിക്കാൻ നിൽക്കുകയാണ്. തുടർന്ന് കാണിക്കുന്നത് ജയൂനെയും ഇൻഹോയിനെയാണ്. അവർ ലിഫ്റ്റിൽ കയറി മുകളിലോട്ട് പോകാനായിട്ട് നോക്കുകയാണ്. ആ സമയമാണ് അവിടുത്തെ ചീഫ് മാനേജർ അങ്ങോട്ട് വരുന്നതും ലിഫ്റ്റ് അടയ്ക്കല്ലേ എന്ന് ഇൻഹോ പറയുന്നതും. എന്നാൽ ജയു പറയുന്നുണ്ട് അതിനെ അടയ്ക്കാൻ. പക്ഷേ ഇൻഹോ അത് കേൾക്കാതെ ലിഫ്റ്റിനെ തുറന്ന് ആ ചീഫ് അകത്തോട്ട് കയറുന്നുണ്ട്. എന്നിട്ട് ആ മാനേജർ അവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് പട്ടാളക്കാർക്ക് ഇതിലോട്ട് കയറാനുള്ള അനുവാദം ഇല്ലല്ലോ, ഇത് ഗസ്റ്റുകൾക്കുള്ളതല്ലേ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് കയറുന്നത്? അപ്പോൾ അവർ പറയുന്നത് അത് ഞങ്ങൾ അത്യാവശ്യമായതുകൊണ്ടാണ് കയറിയതെന്ന്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട് ഒരു പ്ലെയിൻ ക്രാഷ് നടന്നില്ല, നിങ്ങൾക്കത് റിപ്പോർട്ട് ചെയ്യണ്ടേ, നിങ്ങൾ എന്താ അത് റിപ്പോർട്ട് ചെയ്യാത്തതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ജെയു പറയുന്നുണ്ട് ഞങ്ങൾ വേറൊരു എമർജൻസി ഓപ്പറേഷനിലാണെന്ന്. അങ്ങനെ 56-ാമത്തെ ഫ്ലോറിൽ എത്തുമ്പോഴത്തേക്കും ലിഫ്റ്റ് ഓപ്പൺ ആവുന്നുണ്ട്. അപ്പോൾ ആ വഴിക്ക് ഒരുപാട് ആൾക്കാർ പേടിച്ച് കരഞ്ഞുകൊണ്ട് ഓടുന്നുണ്ട്. ഇവർക്കതെല്ലാം കണ്ടിട്ട് എന്ത് സംഭവമാണ് നടന്നതെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ആ സമയത്താണ് അവരുടെ മുമ്പിലേക്ക് ഒരു വികൃതമായ മുഖമുള്ള ഒരാൾ വരുന്നത്. അടുത്ത് കാണിക്കുന്നത് എഞ്ചുവിനെയാണ്. എഞ്ചു അച്ഛനോട് ഹെൽപ്പ് ചോദിച്ചിട്ട് അവൻ വന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുമോ എന്നും ചോദിച്ചുകൊണ്ട് വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ട്. അയാളാണെങ്കിൽ ഫേമസ് ആയ ഒരാളായിരുന്നു. എന്നിട്ട് അവൾ അവനോട് അലക്സ് അല്ലേ എന്ന് പറഞ്ഞിട്ട് അവൻ തിരിയുന്നതും അവിടെയുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും അവനെ മനസ്സിലാകുന്നത്. അങ്ങനെ എല്ലാവരും അവൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു അവസരം അവൻ മുതലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം കണ്ട് എഞ്ചു ചെന്ന് അവനെ വലിച്ചു പിടിച്ചിട്ട് പറയണം ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു. അങ്ങനെ അയാൾ കാറിൻ്റെ മുകളിൽ കയറി എന്നിട്ട് അവനെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പം കാറിൻ്റെ അകത്തിരുന്ന് അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്താൽ സെറ്റ് ആവൂല, ഇൻഷുറൻസിൻ്റെ ആൾ ഇപ്പോൾ വരും എന്നെല്ലാം അവൻ പറയുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഇൻഹോയിനൊക്കെയാണ്. അവരുടെ ലിഫ്റ്റിലേക്ക് വന്ന ആളിൻ്റെ മുഖം വികൃതമായിരിക്കും. അങ്ങനെ അയാളെ കണ്ട് ജയൂവും ഇൻഹോയും പേടിക്കുന്നുണ്ട്. അങ്ങനെ ജയു പറയുന്നുണ്ട് ഇവനെങ്ങാണ്ട് പട്ടി വലുതും കടിച്ചതാണോ, ഇൻഹോ ഒക്കെ കടിച്ചതുപോലെ മുഖം ഇരിക്കുന്നു എന്നൊക്കെ ഇവർ പറയുന്നു. എന്നിട്ട് ആ മാനേജർ അവിടെ നിന്ന് പറയുന്നുണ്ട് ഹെൽപ്പ് ചെയ്യാമെന്ന്. അപ്പം ജയൂഹു പറയുന്നുണ്ട് ലിഫ്റ്റ് അടയ്ക്കാനായിട്ട്. അപ്പം പാർക്ക്, ഈ മാനേജറിൻ്റെ പേര് പാർക്ക് എന്നാണ്, അയാൾ പറയുന്നുണ്ട് ഇയാൾ നമ്മളുടെ സ്പെഷ്യൽ ഗസ്റ്റാണ്, അതുകൊണ്ട് അയാളെ സഹായിക്കണമെന്ന്. ആ നിന്ന ആൾ അവിടെ അങ്ങ് തലകറങ്ങി വീഴുന്നുണ്ട്. അപ്പം അയാൾ അവിടെ തലകറങ്ങി വീഴുമ്പോൾ തന്നെ ആ ലിഫ്റ്റ് താനെ അടയുന്നുണ്ട്. അങ്ങനെ ഇവർ മറ്റൊരു ഫ്ലോറിൽ എത്തുന്നുണ്ട്. അവിടെ എത്തുമ്പോൾ ആൾക്കാർ മുഖമൊക്കെ ഇതിങ്ങനെ വികൃതമായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നതൊക്കെ അവർ കാണുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇൻഹോ ആണെങ്കിൽ എന്തോ തട്ടി താഴെ വീഴും. ഇത് നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പകുതി ഭാഗമേ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. അയാളുടെ കുടൽമാലയെല്ലാം പുറത്ത് കിടക്കും. ഇത് കണ്ട് അവർ പേടിക്കുന്നുണ്ട്. ഇത് എങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ അവർ പരസ്പരം ചോദിക്കുന്നു. ഈ സമയം അവർ നോക്കുമ്പോൾ അവരെ കൂടെ ഉണ്ടായിരുന്ന പാർക്കിനെ കാണുന്നില്ല. പാർക്ക് സാർ എവിടെയെന്നൊക്കെ പറഞ്ഞിട്ട് അവർ നോക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് എഞ്ചുവിനെയാണ്. അവർ അയാളെ പിടിച്ച് പുറത്തിടുന്നുണ്ട്. എന്നിട്ട് അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ CPR ഒക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവർക്ക് അറിയില്ലല്ലോ ഒരു സോംബിനെയാണ് രക്ഷിക്കാൻ അവർ നോക്കുന്നതെന്ന്. അങ്ങനെ അയാളുടെ വായിൽ നിന്നും ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ വായിൽ നിന്ന് ബ്ലഡ് വരുന്നത് കണ്ടിട്ട് കൂടിയിരുന്ന ആൾക്കാരെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട്. അവർ പറയുന്നുണ്ട് രക്ഷിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ കൊല്ലാനാണോ നോക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഞാനൊന്നും ചെയ്തില്ല എന്ന്. അവിടെ നിന്ന് ബാക്കി ആൾക്കാരൊക്കെ ഇയാളെ എത്രയും വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ കൊണ്ടുപോകുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഇൻഹോയിനെയൊക്കെയാണ്. അവർ പാർക്കിനെ നോക്കുമ്പോൾ പാർക്കിനെ ഒരു സ്ത്രീ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നതാണ് കാണിക്കുന്നത്. അത് കണ്ട് ഇൻഹോയാണെങ്കിൽ അവിടെ ഇരുന്ന കുപ്പിയെടുത്ത് ആ പെണ്ണിനെ ഉപദ്രവിക്കുന്നുണ്ട്. അപ്പം ജയ്ഹു പറയുന്നുണ്ട് നീ എന്താ ഈ കാണിക്കുന്നതെന്ന്, അവളെ നീ കൊന്നു എന്നെല്ലാം ഇൻഹോയോട് ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നത് ഇല്ല, അവൾ മരിക്കുകയൊന്നും ഇല്ല. അപ്പോൾ ആ പെണ്ണ് വീണ്ടും ശക്തിയോടെ അവരെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പം അവിടെ നിറയെ ബോട്ടിലുകൾ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് ഒരു ബോട്ടിലെടുത്ത് അവളുടെ ദേഹത്തൊഴിച്ച് അവളെ
ദേഹത്ത് തീ കത്തിക്കാനായിട്ട് അവർ നോക്കുന്നുണ്ട്. അങ്ങനെ ഈ ഇൻഹോ അവളെ കത്തിക്കാൻ വേണ്ടിയിട്ട് ലൈറ്റർ എടുത്ത് തീ കത്തിക്കുന്നുണ്ട്. അവളെ കത്തിക്കാനുള്ള ഐഡിയ കൊടുക്കുന്നത് ഇൻഹോയാണ്. എന്നാൽ ഇൻഹോയ്ക്ക് അവളെ കത്തിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ അത് വാങ്ങിച്ച് ജെയൂഹ് അവളെ കത്തിക്കുകയാണ്. അങ്ങനെ അവരുടെ കാര്യത്തിലൊരു തീരുമാനമാവുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് യെഞ്ചുവിനെയാണ്. ഇതൊക്കെ നടന്നിട്ടും ജിയൂക്ക് ഇതുവരെക്കാറ്റും കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ സാറേ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത്? നിങ്ങളുടെ കാർ തട്ടിയിട്ടില്ല ഒരാൾക്ക് അപകടം ഉണ്ടായത്, എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കാണിക്കാവോ എന്നെല്ലാം അവൾ ചോദിക്കുന്നു. അപ്പോൾ അവനെ അങ്ങോട്ട് വന്ന് അലക്സ് നോക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് പേടിച്ചിട്ട് അവൻ വണ്ടിക്കകത്തിരുന്ന് തന്നെ മുള്ളിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങാതിരുന്നത്. അപ്പോൾ അലക്സ് പറയുന്നുണ്ട്, ചുമ്മാതല്ല, നാണക്കേടുണ്ടായിരിക്കും, അതുകൊണ്ടായിരിക്കും പുറത്ത് ഇറങ്ങാത്തതെന്ന്. അപ്പോൾ അതേ സമയത്താണ് യെഞ്ചു ഒന്ന് കാണുന്നത്. അത് കണ്ട് അവൾ അലറുന്നുണ്ട്. അപ്പോൾ അത് കണ്ട് അലക്സ് അവനോട് പറയുന്നുണ്ട്, എടാ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നു. അപ്പോൾ എന്തിനാണെന്ന് അവൻ പറയുമ്പോഴത്തേക്ക്, എടാ ജീവൻ വേണമെങ്കിൽ ഇറങ്ങടാ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൻ നോക്കിയതും പെട്ടെന്ന് പിറകിൽ ഒരു വണ്ടി വരണം. അങ്ങനെ അവൻ ഇറങ്ങിയതും ഉടനെ ആ വണ്ടി വന്ന് അവരുടെ കാറിനെ ഇടിക്കുന്നുണ്ട്. ഇതെല്ലാം കാണുന്ന യെഞ്ചു പേടിച്ച് അവിടെ ഇരുന്ന് തന്നെ കരയുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ ന്യൂസിലേക്ക് ഈ പ്ലെയിൻ ക്രാഷായ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ ആർമിയിലുള്ള ആൾക്കാരെല്ലാം ഈ കാര്യം അറിയുന്നുണ്ട്. എന്നാൽ ബാക്കി കുറച്ച് ആൾക്കാർ റൂഫ് ടോപ്പിലായിരിക്കും. അവർ വേറൊരു കാര്യത്തിനായിട്ട് പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ റൂഫ് ടോപ്പിലുള്ള എല്ലാവരും പ്ലെയിൻ ക്രാഷിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചീഫ് പറയുന്നു, അവന്മാർ രണ്ടുപേരും പുറത്ത് പോയിട്ട് അവന്മാരും ഇതുവരെയായിട്ട് വന്നില്ല, എമർജൻസി അലേർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അങ്ങനെ അതിൻ്റെ ശബ്ദമൊക്കെ അവിടെ കേൾക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ചീഫ് ഫോണെടുത്ത് ആരെയൊക്കെ വിളിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ഈ പാർക്കിനൊക്കെയാണ്. അപ്പോൾ ഈ പാർക്ക് അവർ തീയിട്ടുണ്ടായിരുന്നു. അവരെ കത്തിക്കരിഞ്ഞ ശരീരം എല്ലാം കാണിക്കുന്നുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റീനെ പാർക്ക് ഫോണിൽ വിളിക്കുന്നുണ്ട്. അപ്പോൾ അയാൾ ഫോൺ കട്ട് ചെയ്തിട്ട് പറയുന്നു, ഇപ്പം ഇയാൾക്ക് ഉണ്ടായതുപോലെ തന്നെ എല്ലാ സെക്യൂരിറ്റിക്കാരനും ഇതേപോലെ പ്രശ്നമുണ്ടായി, ഇനി ഒരു സെക്യൂരിറ്റിക്കാരൻ മാത്രമേ ജീവനോടെ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പാർക്ക് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിൽക്കേണ്ട, ആർമിക്കാരുടെ കൂടെ ഇരിക്കുന്നതായിരിക്കും സേഫ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ആർമിക്കാരെ അറിയിക്കുമെന്ന് പറഞ്ഞ് ഇൻഹോയിനെയും ജെയൂഹിനെയും ആർമിക്കാരുടെ അടുത്തേക്ക് പാർക്ക് വിടുന്നുണ്ട്. എന്നിട്ട് പാർക്ക് പറയുന്നുണ്ട്, ഞാൻ ഇവിടെ തന്നെ ഇരിക്കാമെന്ന്. അപ്പോൾ പാർക്ക് ഇങ്ങനെ ഓടുന്നതെല്ലാം കണ്ടിട്ട് ജെയ്ഹുവും ഇൻഹോയും പറയുന്നുണ്ട്, ഇയാൾക്ക് എന്താ ഭ്രാന്തുണ്ടോ എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് പേടിച്ച് ഓടുന്ന യെഞ്ചുവിനെ അലക്സ് ഓടുന്നുണ്ട്. എന്നാൽ അവിടെ നിന്ന് വരാതെ ജിയൂക്ക് അവൻ്റെ കാറിൽ നോക്കി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, നീ എന്ത് നോക്കി അവിടെ നിൽക്കുന്നത്, ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൾ പറയുന്നുണ്ട്. അങ്ങനെ അവൾ നോക്കുമ്പോഴത്തേക്കാണ് കുറേ സോംബീസ് അവരെ നേരെ വരുന്നുണ്ട്. അങ്ങനെ അവർ 3 പേരും സ്പ്ലിറ്റായിട്ട് ഓരോരോ സ്ഥലത്തായിട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ജെയൂഹും ഇൻഹോയും അവർ ആർമിക്കാരുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവർ ആ പോകുന്ന വഴിക്കെല്ലാം അവർ ഒരുപാട് സോംബീസ് ഉപദ്രവിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ അവർ രക്ഷപ്പെട്ട് ഒരു സ്ഥലത്ത് പോയി ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഇൻഹോ പറയുന്നുണ്ട്, ഇവരെ എത്രയും പെട്ടെന്ന് നമുക്ക് മേലുദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന്. അപ്പം ഇതുവരെ പോയ അവരെ കാണാത്തതുകൊണ്ട് അവരെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഓഫീസർ പറയുന്നുണ്ട്, ഞാൻ താഴേക്ക് പോയി അവരെ കൂട്ടിക്കൊണ്ടുവരാമെന്ന്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഓഫീസർ പറയുന്നു, ഇത്രയും എമർജൻസി സിറ്റുവേഷൻ ആയതുകൊണ്ട് മാർഷൽ ലോ എന്ന് പറയുന്ന ഒരു ലോ പാസ്സാക്കിയിട്ടുണ്ട്. അതെന്താ ഈ ലോ, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്നൊക്കെ. അങ്ങനെ യെഞ്ചു ആണെങ്കിൽ ഇതെല്ലാം കണ്ട് പേടിച്ച് ഓടുന്നുണ്ട്. അപ്പോൾ ഒരു പെണ്ണ് അവളെ കാണുകയും എന്താണെന്ന് ചോദിച്ചും കൊണ്ട് അവളെ ഷോപ്പിലോട്ട് കയറ്റുന്നുണ്ട്. അങ്ങനെ ഓടി ജിയൂക്കും ഒരു ഷോപ്പ് കാണുന്നുണ്ട്. ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പാണ്. അവൻ അവിടേക്ക് കയറി ഡ്രസ്സെല്ലാം മാറി രക്ഷപ്പെടാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ ഡ്രസ്സെല്ലാം മാറി പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കടയ്ക്ക് മുമ്പിലുണ്ടായിരുന്ന പാവയെല്ലാം തറയിൽ വീണ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ജെയ്ഹും ഇൻഹോയാണെങ്കിൽ വളരെ കഷ്ടപ്പെട്ട് ആ 75ാം നിലയിൽ പടി കയറി അവരങ്ങ് മുകളിൽ എത്തുന്നുണ്ട്. എന്നിട്ട് അവരവിടെ മുകളിൽ വന്നിട്ട് താഴോട്ട് നോക്കുന്നുണ്ട്. ആ താഴത്തെ അന്തരീക്ഷം എല്ലാം കണ്ട് അവർ പേടിക്കുന്നുണ്ട്. അങ്ങനെ അവർ ആലോചിക്കുന്നുണ്ട്, അവരുടെ ഫാമിലീസൊക്കെ ഓക്കെ ആയിരിക്കും, എന്തെങ്കിലും സംഭവിച്ചോ എന്നെല്ലാം അവർ പരസ്പരം പറയുന്നുണ്ട്. സമയത്ത് തന്നെ എഞ്ചു കൊടുത്ത ലൈറ്റർ എല്ലാം അവൻ നോക്കുന്നുണ്ട്. ഇനി ഇവർക്ക് ഏറ്റവും മണ്ടയിലോട്ട് പോകണം. എന്നാൽ അങ്ങോട്ടേക്ക് പോകുന്ന റൂം ലോക്ക് ചെയ്തിരിപ്പുണ്ട്. അപ്പോൾ ഇൻഹോ പറയുന്നുണ്ട്, അങ്ങോട്ട് പോകണമെങ്കിൽ ഹോട്ടലിൻ്റെ ഉള്ളിൽ കൂടെ പോകാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അങ്ങോട്ട് പോകുമ്പോൾ ആളുകളുണ്ടെങ്കിൽ നമ്മൾ മരിക്കൂലേ എന്നെല്ലാം പറയുന്നു. എന്നിട്ട് എന്തെങ്കിലും വരട്ടെ എന്ന് വിചാരിച്ച് ജെയ്ഹുവാണെങ്കിൽ ആ വാതിലിനെ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവൻ തുറക്കരുതെന്ന് പറയുന്നു. അത് കട്ടായി കാണിക്കുന്നത് യെഞ്ചുവിനെയാണ്. നടന്ന കാര്യങ്ങളെല്ലാം യെഞ്ചു ആ ലേഡിയോട് പറയുന്നുണ്ട്. എന്നാൽ അവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ ലേഡി വിശ്വസിക്കുന്നില്ല. എന്നിട്ട് അവളുടെ അമ്മേനെ വിളിക്കുന്നുണ്ട്. അമ്മേനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, അവനെ അന്വേഷിച്ച് വന്ന കാര്യം, ഈ സ്ഥലത്താണ് അവളുള്ളത് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ പറയുന്നുണ്ട്. അപ്പോൾ അവളുടെ അമ്മ ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ മോളെ ഇങ്ങോട്ട് വന്നത് എന്നെല്ലാം ചോദിക്കുന്നു. എന്നിട്ട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അവൾ അമ്മയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവൾ അമ്മയോട് പറയുന്നുണ്ട്, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത്, അവൾ സേഫാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം അവൾ പറയുന്നു.
അപ്പം അമ്മ പറയുന്നുണ്ട്, നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട മോളെ, നീ ആർമിക്കാരൊക്കെ ഉള്ള സ്ഥലത്താണല്ലോ, പേടിക്കണ്ട എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവൾ ജയൂഹിന് മെസ്സേജ് ചെയ്യുന്നുണ്ട്. അവളെ വിളിക്കാൻ പറഞ്ഞിട്ടാണ് അവൾ മെസ്സേജ് ചെയ്യുന്നത്. അങ്ങനെ അവർ മുകളിൽ പോകാൻ വേണ്ടി ജയൂഹും ഇൻഹോയും ഹോട്ടലിൻ്റെ അകത്തേക്ക് കടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുപാട് രക്തവും ഒരുപാട് ആൾക്കാർ മരിച്ചു കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവർ അങ്ങോട്ട് വന്നത് ഒരു ലേഡി അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവർ സോംബി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആ സ്ത്രീ ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. എന്നാൽ അവർ പറയുന്നു അവർ കുഴപ്പമൊന്നുമില്ല എന്ന് അവർ പറയുന്നു. ആ സ്ത്രീക്ക് എന്തോന്ന് ഇവർ സോംബീസ് അല്ലെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ആ സ്ത്രീ ഇവരോട് കുറച്ച് ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്. തുടർന്ന് കാണിക്കുന്നത് ആർമി ഓഫീസറെയാണ്. ഇവിടെയുള്ള ആർമി ഓഫീസർമാർ ഈ സോംബി അറ്റാക്കിനെ കുറിച്ച് ന്യൂസിൽ കാണുന്നുണ്ട്. അപ്പോൾ അവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. മാർഷൽ ആക്ട് പാസ്സാക്കി അതുകൊണ്ട് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുക്കുകയാണ്. അവർ പറയുന്നുണ്ട് എന്തെങ്കിലും കൂടുതൽ പ്രശ്നമായി തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ എന്നെല്ലാം അവരവിടെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ചീഫ് വന്നിട്ട് ഇവരെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആയുധങ്ങളെല്ലാം അവരെ ഏൽപ്പിക്കുന്ന സീനാണ് കാണുന്നത്. അപ്പോൾ തന്നെ രാത്രി ആയിട്ടുണ്ടായിരിക്കും. അടുത്ത് കാണിക്കുന്നത് ജിയൂക്കിനെയാണ്. ജിയൂക്ക് അവിടെ ഒരു കാറ് കിടപ്പുണ്ടായിരിക്കും. അവിടെ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി നോക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു ബാറ്റ് കിടന്നുണ്ട്. അപ്പം ഈ സമയത്ത് തന്നെ ആ കടയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നുണ്ട്. അത് സോംബി ആയിരിക്കും എന്ന് വിചാരിച്ച് അവൻ അവിടെ അനങ്ങാതെ കിടക്കുന്നുണ്ട്. എന്നാൽ അതൊരു കള്ളനായിരുന്നു. അയാൾ വന്ന് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പേഴ്സ് സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം തന്നെ എഞ്ചു കാണുന്നുണ്ട്. എഞ്ചുവിനെ രക്ഷിച്ച ലേഡിയും കാണുന്നുണ്ട്. അവരുടെ കടയുടെ അടുത്ത് വെച്ചാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ എഞ്ചു ചെന്ന് അവനെ വിളിക്കുന്നുണ്ട്. അവരുടെ എഞ്ചു അയാളെ വഴക്ക് പറയണം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്ത് കക്കാൻ നോക്കുവാണോ എന്നെല്ലാം പറഞ്ഞ് എഞ്ചു അയാളെ വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ജയൂഹിനെയും ഇൻഹോയിനെയാണ്. അയാൾ ആ സ്ത്രീയുമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. അവിടെ ഇരുന്നൊരു ഫോൺ കണ്ടിട്ട് ഈ ഫോണിൽ ആരെങ്കിലും വിളിക്കാൻ പറ്റുമോ എന്ന് ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്ത്രീ പറയുന്നുണ്ട്, അങ്ങനെ ആരെങ്കിലും വിളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കുമായിരുന്നു എന്ന്. എന്നിട്ട് ജയൂഹ് അവളോട് ചോദിക്കുന്നുണ്ട്, കയ്യിൽ വേറെ വല്ല ഫോണും ഉണ്ടോ എന്ന്. അപ്പം അവൾ പറയുന്നുണ്ട്, എടോ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഫോണോ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാനിവിടെ ഇരിക്കുമോ. അപ്പോൾ ഇൻഹോ അവിടെ നോക്കുന്നത് അവിടെ കുറേ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഇൻഹോ പറയുന്നുണ്ട്, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. എന്നിട്ട് ഇവർ ഈ സാനിറ്റൈസറിൻ്റെ ബോട്ടിലെല്ലാം എടുത്തും കൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. എന്നിട്ട് ഇവർ അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഇവരൊരു സോംബി അറ്റാക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സാനിറ്റൈസറിനെ എടുത്തിട്ട് തീ കത്തിച്ച് വിടുന്നുണ്ട്. അങ്ങനെ ആ സോംബി അവിടെ നിന്ന് നന്നായിട്ട് കത്തുന്നുണ്ട്. എന്നാൽ കത്തിയിട്ട് പോലും അയാൾ ഈ സ്ത്രീയെ ഉപദ്രവിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം വെച്ച് അയാൾ അടിച്ചൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ അയാളുടെ തലച്ചോറ് തന്നെ പുറത്ത് വരുന്നുണ്ട്. അങ്ങനെ അവർ എങ്ങനെയൊക്കെ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ആർമി ഓഫീസർമാരാണ്. അവർ താഴെ നടക്കുന്ന കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഗ്യാസ് ഓയിൽ വാങ്ങിക്കാൻ പോയി അവന്മാരെ കാണാനില്ല, അവന്മാരെ അവിടെ എത്തിക്കാണില്ലേ, ഗ്യാസ് ഓയിൽ വാങ്ങിച്ച് കാണില്ലേ. അപ്പോൾ ഒരു ഓഫീസർ പറയുന്നുണ്ട്, എൻ്റെ കാർഡും കൊണ്ടാണ് അവർ പോയത്, അതുകൊണ്ട് തന്നെ അവർ വാങ്ങിച്ചിട്ടില്ലേ എന്നൊക്കെ അവർ അവിടെ നിന്ന് സംസാരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്നുണ്ട് അവരെവിടെയെങ്കിലും സ്റ്റക്കായി കാണുമെന്ന്. അപ്പോൾ രണ്ട് ഓഫീസർ പറയുന്നുണ്ട്, ഞങ്ങൾ പോയി അവരെ നോക്കിയിട്ട് വരാമെന്ന്. ഒരു ഓഫീസർ അവരോട് പറയുന്നുണ്ട്, എന്തെങ്കിലും സംഭവിച്ചത് അവരെ ബോഡിയെങ്കിലും കിട്ടണമെങ്കിൽ ആ ബോഡീനെ സേഫായിട്ട് എത്തിക്കണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കേട്ട് ബാക്കി ഓഫീസർമാരെല്ലാം ഷോക്ക് ആവുന്നുണ്ട്. എന്നിട്ട് അവർ താഴോട്ട് പോവേണ്. എന്നിട്ട് ഓഫീസർ ചോദിക്കും, നിങ്ങൾക്ക് പേടിയുണ്ടോ? പേടിയൊന്നും ഇല്ലല്ലോ എന്ന്. അപ്പോൾ ആ സമയത്ത് തന്നെ ഒരു ഓഫീസറിൻ്റെ തൊപ്പി താഴോട്ട് പോകുന്നുണ്ട്. അപ്പോൾ തന്നെ എല്ലാവരും പേടിക്കുന്നുണ്ട്. അടുത്ത് കാണിക്കുന്നത് ജ്യൂക്കിനെയും എഞ്ചുവിനെയൊക്കെയാണ്. അവർ പറയുന്നുണ്ട്, നമുക്ക് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എഞ്ചു പറയുന്നുണ്ട്, അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോട്ട് പോയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊക്കെ. ജിയുക്ക് പറയുന്നുണ്ട്, ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്കല്ലേ പോവേണ്ടതെന്ന്. അപ്പം എഞ്ചു പറയുന്നുണ്ട്, ജയൂഹ് ഉള്ള സ്ഥലത്തേക്ക് പോവാമെന്ന്. അങ്ങനെ ഇതെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും പോകുന്ന സമയത്ത് ആ ഷോപ്പിൽ ലേഡി പോകുന്നില്ല. ആ ലേഡി പറയുന്നുണ്ട്, ഇതെൻ്റെ ഷോപ്പാണ്, ഇവിടെ നിന്ന് വരണില്ല എന്ന്. അങ്ങനെ അവർ രണ്ടുപേരുമായിട്ട് മാത്രം പോകുന്നുണ്ട്. ഇനി അടുത്ത് കാണിക്കുന്നത് ജയൂഹിനെയും ഇൻഹോയിനെയും ആ ലേഡീനെയുമാണ്. അവർ അവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് മുന്നിലോട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഗ്ലാസ് ഡോറുണ്ട്. അവിടെ ചെന്ന് അവർ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത് ഫുള്ളും സോംബീസ് ആയിരിക്കും. അങ്ങോട്ട് പോയി നോക്കുമ്പോൾ അവർ ഷെഫ് ആ ഗ്ലാസ് ഡോറ് ഇറുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ആ സോംബീസ് അകത്ത് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. ഇവർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമെന്ന്. അപ്പോൾ ഷെഫ് പറയുന്നുണ്ട്, ഇപ്പം പറ്റും, ആ ഗ്ലാസ് ഡോറ് പൊട്ടാറായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ട് പേടിച്ച് അവരവിടെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും ഒന്ന് ആലോചിക്കുക, എന്തെങ്കിലും ഒരു ഐഡിയ കണ്ടെത്ത് എന്നെല്ലാം പറഞ്ഞ് ടെൻഷൻ അടിച്ച് ആലോചിക്കുന്ന ജയൂഹിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ആ ഗ്ലാസ് ഡോർ പൊട്ടണമെങ്കിൽ ആ സോംബീസ് എല്ലാം അകത്തോട്ട് വരികയും ഇവർ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും. ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അടുത്ത എപ്പിസോഡ് നാളെ ഉണ്ടായിരിക്കുന്നതാണ്. താങ്ക് യു. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.